This call is now being recorded. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിനാണ് സർവസ്തുതിയും. കാരണം 21ാമത്തെ നോമ്പിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ച റബ്ബ്. നമ്മൾ ആലോചിക്കുക, 21 നോമ്പുകളും അതിന്റെ ഹക്കോട് കൂടി നമുക്ക് നേടാനായിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇനിയുള്ള 9 ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള 8 ദിവസങ്ങൾ, സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര പെട്ടെന്ന് മറ്റെല്ലാ മാസങ്ങളെക്കാളും, ഒരുപക്ഷെ റജബ് ഷഅബാന് നമുക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ റമദാനിലേക്ക് കടന്നതും കഴിയുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ നമ്മുടെ 21ാമത്തെ ദുആ അത് ഖുർആനിൽ നിന്നുള്ളതാണ്. വളരെ സുപരിചിതമായ പ്രാർത്ഥനയാണ്. പലപ്പോഴും ഈ ഒരു പ്രാർത്ഥന, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള വാർത്തകളൊക്കെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിനുള്ളിൽ തന്നെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്, എപ്പോഴൊക്കെയോ നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ട്. ഈ പ്രാർത്ഥന റബ്ബിനോട് ഹൃദയം അറിഞ്ഞു ചോദിക്കാനും മറന്നിട്ടുണ്ട്. ഏതോ ഒരു സമയത്തില് ഹൃദയം കൊണ്ട് ചോദിക്കാൻ നമ്മൾ മറന്നുപോയി. പിന്നീട് നമ്മൾ ചോദിക്കുന്നതൊക്കെയും എങ്ങനെയാണ്? നമ്മളെ നാവിനെ കൊണ്ട് മാത്രമാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനില് അള്ളാന്റെ ഇബാദുർ റഹ്മാനെ പറ്റി പറയുന്നുണ്ട്. അവരെ കുറച്ച് ക്വാളിറ്റീസ്, അവരുടെ പ്രാർത്ഥനകൾ. അവര് 2 പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കുന്നത്. അതിൽ ഒന്നാമതായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പ്രാർത്ഥനയാണ് നമ്മളെ മുൻപിലുള്ളത്. വല്ലദീന യഖൂലൂൻ, അവരപ്രകാരം പറയും ഇങ്ങനെയാണ്: റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. പ്രാർത്ഥനന്റെ അർത്ഥമൊന്നും ഒരാളെയും ഞാൻ പഠിപ്പിക്കേണ്ടതില്ലല്ലോ അല്ലെ. റബ്ബന, ഞങ്ങളുടെ റബ്ബെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുമ്മ എന്നുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും, റബ്ബന എന്നുള്ള പ്രാർത്ഥനയും അല്ലെങ്കിൽ റബ്ബി എന്നുള്ള പ്രാർത്ഥനയും കാണാൻ പറ്റും. ഈ റബ്ബന എന്ന് തുടങ്ങുന്നുള്ള പ്രാർത്ഥനകൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ മുൻനിർത്തിക്കൊണ്ട് റബ്ബ് എനിക്കെല്ലാം തന്ന് എന്നെ പരിപാലിച്ച് എന്നെ കൊണ്ടു നടക്കുന്ന എന്റെ റബ്ബ് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് റബ്ബന ഹബ് ലന, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമേ, നീ പ്രദാനം ചെയ്യണമേ. എന്താണ് ഞങ്ങൾക്ക്, എന്താണ് നീ പ്രദാനം ചെയ്യേണ്ടത്? മിൻ അസ്വാജിന വദുർരിയാതിന, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്. നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്താണെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരിൽ നിന്ന്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്താണ് ആണെങ്കിൽ അവരുടെ ഭാര്യമാരിൽ നിന്നും, അതേപോലെ തന്നെ വദുർരിയാതിന, ഞങ്ങളുടെ മക്കളിൽ നിന്നും. എന്താണ് കിട്ടേണ്ടത്? ഖുർറത അഅ്യുൻ, കൺകുളിർമ. അവരെ നോക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത സമാധാനമാണ്. അവരെ നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഈമാൻ വർദ്ധിക്കണം. കാരണം കൺകുളിർമക്ക് വേറൊരു ഡെഫിനേഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്റെ കൺകുളിർമ എന്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? സ്വലാത്തിലാണെന്നാണ്. അപ്പൊ ആ സ്വലാത്തിലൂടെ കിട്ടുന്നത് എന്താണ്? സക്കീനത്താണ്, സലാമാണ്, അതേപോലെ തന്നെ ഈമാനിന്റെ വർധനവാണ്. എന്റെ എന്റെ ഇണകളിലും എന്റെ മക്കളിലും, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങൾക്ക് എന്ത് നൽകണമേ റബ്ബേ? ഖുർറത അഅ്യുൻ, കൺകുളിർമ നൽകണമേ. അവരെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവര് നമ്മളോടൊപ്പമുള്ള സമയത്ത്, അവരെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അവിടെ കണ്ണ് നിറഞ്ഞൊഴുകേണ്ടത് എങ്ങനെയാണ്? അൽഹംദുലില്ലാ, ഇത്ര ഹൈറായിട്ടുള്ള ഒരു ഇണയെയും ഇത്ര നല്ലതായിട്ടുള്ള മക്കളെയും തന്ന റബ്ബേ എന്നുള്ളതിലാണ് കണ്ണ് നിറയേണ്ടത്. എന്നുള്ളത് കൊണ്ടിരിക്കണം നമ്മളെ മനസ്സ് സന്തോഷിക്കേണ്ടത്. മറിച്ച് എന്റെ ഇണനെ കൊണ്ട് തോറ്റ്, അല്ലെ ഇങ്ങനത്തെ ഒരാളെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മക്കളെ കിട്ടാൻ വേണ്ടി എന്തൊരു പരീക്ഷണാണോ റബ്ബേ എന്നുള്ള രൂപത്തില് കരഞ്ഞു തീരുന്ന മുസല്ലകളുണ്ട്, ഇല്ലേ? എത്രയോ പേര് ഇന്നും അവരുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് എന്താണ്? അത് അവരുടെ ഇണകളും അവരുടെ മക്കളും തന്നെയാണ്.
സുബ്ഹാനല്ലാഹ്, ഈ ഒരു പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ വെച്ച് നോക്കി ഓരോ വീടകങ്ങളിലും നടക്കുന്നത് എന്താണ്? ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു, ഭർത്താവ് ഭാര്യനെ വെട്ടിക്കൊന്നു, മക്കള് വാപ്പാനെയും ഉമ്മാനെയും വെട്ടിക്കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, തലക്കടിച്ചു കൊല്ലുന്നു, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. സുബ്ഹാനല്ലാഹ്, തന്റെ മാതാപിതാക്കളുടെ നേരെ വിരൽ ചൂണ്ടാത്ത, തന്റെ മാതാപിതാക്കളുടെ നേരെ ഒച്ച വെക്കാത്ത മക്കൾ എവിടെയാണെന്ന് കാണാൻ പറ്റുക? വളരെ വളരെ എന്താ പറയാ, അപൂർവങ്ങളിൽ അപൂർവം, അല്ലെ നമ്മൾ തമാശയിൽ പറയുകയാണെങ്കിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള മക്കൾക്ക് ഇണകളുടെ പേരില്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. രാവിലെ ഒന്ന് എണീക്കുന്നത് മുതൽ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റിയിട്ട്? സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല ഇണയായിട്ട് മാതൃക കാണിച്ചതാണ്. വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഒരു അഹലുകാരെ പോലെ ഇരുന്നു. എന്നിട്ട് ബാങ്ക് എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മുൻപരിചയം ഒന്നുമില്ലാത്ത മാതിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, അവിടെ കൺകുളിർമണ്ട് ആയിഷ റളിയല്ലാഹു അൻഹക്ക്, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഇണകൾക്കൊക്കെയും തന്നെ, നമ്മളെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കൊക്കെയും തന്നെ അല്ലെ, അവിടുന്ന് നല്ല മാതൃക നമുക്ക് കാണിച്ചു തന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഗാബുനിന്റെ അവസാനത്തില് വ്യക്തമാക്കി പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ അള്ളാഹിനോട് ചോദിച്ച ഈ രണ്ട് കാര്യങ്ങളെ പറ്റി നമ്മൾ അങ്ങേയറ്റം ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ 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 ഗൗരവപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും അവിടെയൊക്കെയും ഈ പ്രാർത്ഥന നമ്മൾ നിർബന്ധമായി ചൊല്ലേണ്ടതുണ്ട്. കാരണം നമ്മുടെ വീടകങ്ങൾ ശരിയായിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ഈമാനിനെ ബാധിക്കും, നമ്മുടെ ഇബാദത്തുകളെ ബാധിക്കും, നമ്മളെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കും. അതെന്ത് ചെയ്യും? പതിയെ പതിയെ നമ്മളെ നിരാശയിലേക്കും തെറ്റുകളിലേക്കും അതുപോലെ തന്നെ പല പല അപകടങ്ങളിലേക്കും കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി ഇതില് കല്യാണം കഴിയാത്തവരാണെങ്കിലും തന്നെ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും തന്നെ നിർബന്ധമായി പ്രാർത്ഥിക്കുക. വളരെ രസകരമായിട്ടുള്ള ഒരു കഥ ഓർമ്മ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പഠിക്കുന്ന സമയം നമ്മളെ ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ ഒരിക്കൽ അവരുടെ ഫ്രണ്ടിന് മാഷാഅല്ലാഹ് നല്ലൊരു ഫാമിലിയാണ് കിട്ടിയിട്ടുള്ളത് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ഒരിക്കല് ഈ ടീച്ചറുമായിട്ട് ഇരിക്കുന്ന സമയത്ത് അവരാ ഫ്രണ്ട് ഇങ്ങനെ പറയണം, അൽഹംദുലില്ലാ, ഞാന് വിചാരിച്ചതിനേക്കാളേറെ ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു ഫാമിലിനെ, ഒരു സൗജനെ, അല്ലെങ്കിൽ അതേപോലെ തന്നെ മക്കളെയാണ് എനിക്ക് റബ്ബ് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ സമയത്ത് വെറുതെ ടീച്ചർ ചോദിക്കാണ്, എന്താണ് അതിന്റെ ടിപ്പായിട്ട് നീ എടുത്തത്, അല്ലെങ്കിൽ നീ എന്തായിരുന്നു അതിന് സൊല്യൂഷൻ, എന്തായിരുന്നു അതിന്റെ സബബ്, എന്തായിരുന്നു നമ്മൾ ചോദിക്കുമല്ലോ. പലതരത്തിലുണ്ടാവുമല്ലോ. അപ്പൊ തന്നെ ആ ഒരു കൂട്ടുകാരൻ, എന്റെ ടീച്ചറിന്റെ കൂട്ടുകാരൻ, ആ ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കല്യാണം കഴിക്കുന്നതിന് മുൻപേ ഞാൻ ഈ പ്രാർത്ഥന അള്ളഹാനോട് പ്രാർത്ഥിക്കായിരുന്നു. ഉള്ള അറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന അൽഹംദുലില്ലാ, അങ്ങനെയുള്ള ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു അള്ളഹാനോട് ചോദിച്ചതിനേക്കാൾ മികച്ചതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നു എന്നുള്ളത്. അപ്പോ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങേണ്ടുന്ന പ്രാർത്ഥനയാണ്. ഇനിയിപ്പൊ അന്ന് പ്രാർത്ഥിക്കാത്തവരാണെങ്കിലും വൈകിട്ടൊന്നുമില്ല, ഇപ്പൊ നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുക. കാരണം സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഗാബുനില് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും, യാ അയ്യുഹല്ലദീന ആമനു, അള്ളാന്റെ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹ് എന്താ പറയണത്? ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും എന്നാ പറഞ്ഞത്. അള്ളാഹ് സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്ന ഈ ഒരു പ്രാർത്ഥന, ഇതും പരിശുദ്ധ ഖുർആനിലുള്ളതാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താ പറയുന്നത്? തീർച്ചയായും ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളെ മക്കളിലും നിങ്ങൾക്ക് എന്തുണ്ട് എന്നാ പറഞ്ഞത്? അദുവ്വ് എന്ന് പറഞ്ഞത്, ശത്രു ഉണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്തായിക്കോട്ടെ, ഫഹ്സറൂഹും, നിങ്ങൾ എന്ത് ചെയ്തോളണം? സൂക്ഷിച്ചു കൊള്ളാന്നാ പറഞ്ഞത്. അള്ളാഹ് സൂക്ഷിക്കാൻ പറയണം നമ്മളോട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അതിനുള്ള അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശത്രുത അവിടെ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയും വിട്ടുവീഴ്ച കാണിക്കുകയും
പുറത്തൊടുക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് എന്താണ്? അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയാണെന്ന് പറഞ്ഞത്. അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരെ പറയുന്നത്, രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ നോക്കി, ഇന്നമാ അംവാലുകും വ ഔലാദുകും ഫിത്ന. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ എടുത്ത് ഒന്നും കൂടെ ഊന്നി പറഞ്ഞു, തീർച്ചയായും നിങ്ങളെ സമ്പത്തിൽ നിന്നും നിങ്ങളെ സന്താനത്തിൽ നിന്നും നിങ്ങൾക്ക് ഫിത്ന ഉണ്ട്. ഇവിടെ രണ്ടോടത്തും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അതങ്ങനെ നമ്മൾ എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അതിലൂടെ അത് പടർന്ന് അങ്ങനെ പോവും, അറ്റമില്ലാണ്ട് പോവും. നമ്മൾ കൊടുത്തത്, നമ്മൾ ആ സമ്പത്തിനെ നട്ടത് നല്ലതിലാണെങ്കിൽ അത് ഒരുപാട് നല്ല ഹൈറുകളെ നമുക്ക് വെച്ചു തരും. അതേപോലെ തന്നെയല്ല മക്കള്, നമ്മളിൽ നിന്ന് വരുന്നതാണ് നമ്മളെ മക്കള്. നമ്മളുടെ ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ശേഷമുള്ള നമ്മുടെ അസറുകൾ ബാക്കി വെക്കാനുള്ളതാണ്. അവിടെ മക്കളെങ്ങാനും സ്വാലിഹായിട്ടില്ലെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എന്തായിരിക്കും? ആ മക്കള് സ്വാലിഹല്ലാത്ത നല്ലതല്ലാത്ത അമലുകളിലൂടെ അവർ വളരും. അങ്ങനെ അവരെന്ത് ചെയ്യും? ഒരുപാട് ഫിത്നകളും ഒരുപാട് വലാലത്തുകളും ഒരുപാട് അക്രമങ്ങളും ഈ ഭൂമിയിൽ പാകിപ്പോകും. പിന്നീട് അവരുടെ മക്കള് അങ്ങനെ അതൊരു ചെയിനായി അങ്ങനെ പോകും അല്ലെ? ആദം നബിന്റെ മക്കളില് ഒരാള് ഷഹീദാണ്, അതേപോലെ ഒരാൾ എന്താണ്? കൊലയാളിയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഇണയെ, നല്ല മക്കളെ ലഭിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ഒരു ക്വാളിറ്റിനെ കൊണ്ട് കിട്ടേണ്ടതല്ല. നമുക്ക് നല്ല അറിവുണ്ട്, നമ്മൾ നല്ല സ്വാലിഹാണ്, നമ്മൾ നല്ല മുത്തഖയാണ് എന്നത് കൊണ്ട് മാത്രം, നമുക്ക് നല്ല സമ്പത്തുണ്ട്, നമുക്ക് നല്ല സൗന്ദര്യമുണ്ട്, നമുക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നത് കൊണ്ട് മാത്രം കിട്ടേണ്ടതല്ല നല്ല ഇണകളും നല്ല മക്കളും. അത് തീർച്ചയായും പരിപൂർണമായിട്ടും അള്ളാഹുവിൽ നിന്നുള്ള ഹിബത്താണ്, അള്ളാഹുവിൽ നിന്നുള്ള സമ്മാനാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും നല്ല റിസ്ഖാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല തരേണ്ടുന്ന തൗഫീഖാണ് നല്ല ഇണകളെയും നല്ല മക്കളെയും ലഭിക്കുക എന്നുള്ളത്. അവിടെ അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു കാര്യം കിട്ടണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഖദറിനെ മാറ്റാൻ ഒരു കാര്യത്തിന് മാത്രമേ കഴിയുള്ളൂ, അള്ളാഹുവിനോടുള്ള ഖാലിസ് ആയിട്ടുള്ള പ്രാർത്ഥന. നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നോ, അതിന്റെ സമയത്ത് ഓർത്തോർത്തോർത്ത് കണ്ണ് നനഞ്ഞ് അള്ളാഹുവിനോട് ചോദിച്ച് പ്രാർത്ഥിക്കുന്നോ, എന്റെ അള്ളക്ക് ഉത്തരം നൽകുന്ന പറഞ്ഞ് പ്രാർത്ഥിക്കുന്നോ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? പ്രാർത്ഥിക്കുന്നവൻ എവിടെ? അവർക്ക് ഞാൻ ഉത്തരം നൽകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥന അപ്പൊ നമ്മളെ മനസ്സിനുള്ളിലേക്ക് വരുന്ന ഒരു കാര്യവും, ഞാനിത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇത് എനിക്ക് അറിയണതാണല്ലോ. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കി, അള്ളാഹുവിനോട് മുസല്ലയിൽ ഇരുന്നിട്ട് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വസുർരിയാതിന ഖുറത അയുൻ എന്ന് പറയുമ്പോൾ ഓരോ കാര്യവും അനുഭവിച്ചിട്ടാണ് നമ്മൾ അള്ളാഹിനോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രത്യേകം കൊണ്ട് നടക്കുക. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നല്ല ഇണകളെയും നല്ല മക്കളെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ദുആ ചെയ്യണം, എക്സ്ട്രാ ശുക്ർ ചെയ്യണം. കാരണം എന്താണെന്നറിയോ? നൂഹ് നബിക്ക് കിട്ടാത്ത, അതുപോലെ തന്നെ ലൂത്ത് നബിക്ക് കിട്ടാത്ത, അമ്പിയാക്കളിൽ പലർക്കും കിട്ടാത്തതാണ് നല്ല ഇണകളും നല്ല മക്കളും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നല്ല ഇണകളെയും നല്ല മക്കളെയും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹ്ക്ക് ഏറ്റവും നല്ല ശുക്റുള്ളവരാവല്ലേ. ഇൻ ശകർതും ലഅസിദനക്കും. ഇനി രണ്ടാമതൊരു കാര്യം നിങ്ങൾ ഇതിനോടൊപ്പം ചേർന്നിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം എന്താണെന്നറിയോ? പ്രാർത്ഥനയിൽ നിരാശപ്പെടാനല്ല, മറ്റൊരു തലം എന്നുള്ളത്, ഒരു പക്ഷെ നിങ്ങൾക്ക് നല്ല ഇണകളെ, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഇണകളുടെ വിഷയത്തില്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരീക്ഷിച്ച് ഏറ്റവും ഉയർന്ന ദർജ കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്. ആരാണ്? ആസിയ അലൈഹിസ്സലാം, അല്ലെ? ഫിർഔനിന്റെ ഭാര്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ള ഖുർആനിൽ പറഞ്ഞ രണ്ട് സ്ത്രീകളിൽ ഒന്ന് ആസിയ അലൈഹിസ്സലാമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കണം. ഒരിക്കൽ പോലും ഒരു തരിമ്പ് പോലും ഇനിയിപ്പോ ഓരെങ്ങനെ നന്നാവാനായി, അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ സഹിച്ചില്ല, ഇത്രയും കാലം ഞാൻ പുറത്തു കൊടുത്തില്ലേ, എന്നിട്ടും നന്നാവാത്ത ആൾ ഇനിയിപ്പൊ നന്നാവോ?
അല്ലെങ്കിൽ ഇനിയും ഇപ്പൊ നന്നാവാത്ത എന്റെ കുട്ടികള്, അവൻ എത്രമാത്രം എന്റെ കണ്ണീര് കുടിപ്പിച്ചിരിക്കണം. ഇത്തരത്തിലുള്ള വാക്കുകളോ ചിന്തകളോ ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്. അത് അള്ളാഹിനുള്ള ഒരു ഹുസ്നും നമുക്ക് കൊണ്ടുവന്നിട്ടില്ല. പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുക. അള്ളാഹു അർഹമുർ റഹീമാണ്, അൽ മന്നാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നവർക്ക് ഏറ്റവും ഹൈറായ ഉത്തരം നൽകുക തന്നെ ചെയ്യുന്നവനാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, ഖുർറത അഅയുൻ, അള്ളാഹുവെ എന്റെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് എന്താ വേണ്ടത്? ഖുർറത അഅയുനാണ് വേണ്ടത്, കൺകുളിർമയാണ് വേണ്ടത്. വെറും കൺകുളിർമ എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു ഫീലിംഗ് ആണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ നല്ലൊരു സ്വലാത്ത്, നല്ലൊരു നിസ്കാരം കംപ്ലീറ്റ് ആയിക്കൊണ്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. അതുമാതിരി, അതല്ലെങ്കിൽ ഒരിക്കലും അതുമാതിരി എന്നുള്ളത് ക്ഷമിക്കണം കേട്ടോ. കാരണം ഞാൻ ആ ഖുർറത്തായി നിങ്ങൾക്ക് ബോധ്യമാവാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. ഒരിക്കലും അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിനോളം ഭംഗിയുള്ള മറ്റൊന്നും തന്നെ ഈ ദുനിയാവിലില്ല. അപ്പോ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും റബ്ബേ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. രണ്ടാമതായിക്കൊണ്ട് പറയണത് എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്. അതൊന്ന് ആലോചിച്ച് നോക്കി. അവരെ ഞങ്ങൾക്ക് ഏറ്റവും ഹൈറാക്കി, ഏറ്റവും ഞങ്ങൾക്ക് സക്കീനത്തുള്ളതാക്കി, ഏറ്റവും ഞങ്ങൾക്ക് സലാമുള്ളതാക്കി, ഏറ്റവും നല്ല ഈമാനുകളാക്കി മാറ്റിയാൽ മാത്രം പോരാ അല്ലാഹ്. എന്നിട്ട് എന്ത് ചെയ്യണം? വജഅൽന, ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ലിൽ മുത്തഖീന ഇമാമ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച്, വജഅൽന ഞങ്ങളാക്കി ചെയ്യണേ. ആർക്ക്? ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക്. ഇമാമ, ഇമാമാക്കണെന്ന്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച്, എപ്പോഴാണ് ഒരാൾ ഇമാമാവുക? അയാൾ എല്ലാ തരത്തിലും ഖൈറുകളെ കൊണ്ട് നന്നാവേണ്ടതുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തെ ഇമാമാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അപ്പോഴാണ് അദ്ദേഹം ഇമാമാവുക, അല്ലെ? എല്ലാ ഖൈറുകളെ കൊണ്ടും അദ്ദേഹത്തെ നന്നാക്കി, അദ്ദേഹത്തിന് സ്വലാഹിയത്തോടെ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മുത്തഖീങ്ങൾക്ക് ഇമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഖ്വനെ കൊണ്ട് ഇവരെന്തായിരിക്കണം? ആദ്യം ഏറ്റവും മുൻപന്തിയിൽ എത്തിയിരിക്കണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവെ ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഖുർറത അയ്ന് നൽകുകയും അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? മുത്തഖീങ്ങൾക്ക് ഇമാമാക്കുകയും ചെയ്യണമേ എന്നുള്ള ഈ ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനി ഒരിക്കലും വൈകി പോകരുതേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകം 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 ശ്രദ്ധിക്കുക. ഇത് ആരുടെ പ്രാർത്ഥനയായിട്ട് അള്ളാഹ് വിശേഷിപ്പിച്ചതാണ്? ഇബാദുർ റഹ്മാനെ ഇങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ. ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സൂറത്തുൽ ഫുർഖാനിലെ ഇപ്പൊ റമദാൻ ഈ അവസാനത്തെ സമയങ്ങളാണ്. ആ ഒരു അവസാന സൂറത്തുൽ ഫുർഖാനിന്റെ ഈ പ്രാർത്ഥന അടങ്ങുന്ന ഭാഗം ഒന്ന് പരിശോധിക്കുക. അവിടെ ഇബാദുർ റഹ്മാനിന്റെ ഒരുപാട് ക്വാളിറ്റികൾ പറയുന്നുണ്ട്. ആ ക്വാളിറ്റികൾ ഓരോന്നും നമ്മൾ പ്രാവർത്തികമാക്കുക. ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദുർ റഹ്മാനില് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രത്യേകം പ്രത്യേകം പറയാനുള്ളത്, ഇണകളെ കൊണ്ട് മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരിക്കലും എന്ത് ചെയ്യല്ല, നിരാശപ്പെടല്ലേ. നമ്മളെ റബ്ബ് എന്താണ്? ചോദിക്കുന്നവൻക്ക് കനിഞ്ഞരുളുന്നവനാണ്. നമ്മളെ റബ്ബ് എന്താണ്? നമ്മളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും ഹൈറായതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ഒരു പക്ഷെ നമ്മുടെ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് അവിടെ കാത്തു വെച്ചിട്ടുള്ളത് ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രാർത്ഥനകൾക്ക് ഈ ദുനിയാവിൽ തന്നെ ഉത്തരം നൽകിയേക്കാം. അതല്ല, അവൻ എങ്ങാനും ഉത്തരം നൽകാതെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യക്ഷത്തിൽ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ പ്രാർത്ഥനകളെ കൊണ്ട് നമ്മൾ, കാരണം പ്രത്യേകിച്ച് ഇണകളെ കൊണ്ടും മക്കളെ കൊണ്ടൊക്കെയും പ്രയാസം അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില്ലറ കാര്യമായിരിക്കൂല. കൂടെ ഉള്ളവരാണ്. അവിടെ ഇവിടെയും വെച്ച് പോകാൻ പറ്റില്ല. അഥവാ ഫ്രണ്ട്സിനെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഒരാഴ്ച അവന്റെ നമ്പർ നമുക്ക് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവനെ കാണാതിരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ പലതും നമുക്ക് ചെയ്യാം. പക്ഷെ ഇണകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മക്കൾ എന്ന് പറഞ്ഞാല് അത് നമ്മളോടൊപ്പം ഉള്ളതാണ്, നമ്മളിലേക്ക് ചേർന്നതാണ്, നമ്മളുമായിട്ട് ഇഴപഴകിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തില് വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയാ. അവൻ എന്താണ്? അവൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും. അവനോട് ചോദിക്കേണ്ട രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു പ്രാർത്ഥന സ്ഥിരമാക്കുക, ഉള്ളറിഞ്ഞുകൊണ്ട്
കണ്ണ് നനഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹിനോട് ചോദിക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ള അവൻ തരേണ്ടുന്ന ഏറ്റവും വലിയതായിട്ടുള്ള ഖൈറാണ് സ്വാലിഹായ സൗജും അതുപോലെ തന്നെ സ്വാലിഹായ സന്താനങ്ങൾ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ഏറ്റവും ഖൈറായത് പ്രദാനം ചെയ്യുമാറാകട്ടെ. കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറ്റവും നല്ല സൗജികളെ നൽകട്ടെ. അവരുടെ എന്താണ് ദീനിനെയും ദുനിയാവിനെയും ഏറ്റവും ഹൈറായി കൊണ്ടുപോകുന്ന, ദീനിനെ ഏറ്റവും ഉന്നതിയിൽ ദീനിലേക്ക് കൊണ്ടുപോകുന്ന ഇതായിട്ടുള്ള നല്ല ഇണകളെ അവർക്ക് നൽകട്ടെ. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഓരോരുത്തരുടെയും ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സ്വാലിഹായതാക്കട്ടെ. അതുപോലെ തന്നെ മക്കളെ ഏറ്റവും സ്വാലിഹായതാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിലിൽ മുസ്ലിമീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥന ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥനയാണ് എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വ നതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.